നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ അതീവ രുചിയിൽ എങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ നോക്കാം. ഇഡ്ഡലി, ദോശ, മസാല ദോശ, നെയ് റോസ്റ്റ്, ചോറ് എന്തിൻ്റെയും കൂടെ കഴിക്കാവുന്ന നല്ല അടിപൊളി ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് സാമ്പാർ പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ മത്തങ്ങയാണ് ചേർക്കുന്നത്. ഒരു ചെറിയ കഷ്ണം മത്തങ്ങയാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ അടുത്തായിട്ട് ചേർക്കുന്നത് ചേനയാണ്. ചേനയെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കുമ്പളങ്ങയാണ്. ഇനി ഒരു 2 ചെറിയ ക്യാരറ്റ് വട്ടത്തിൽ അരിഞ്ഞത്, വഴുതനങ്ങ, 2 ഉരുളക്കിഴങ്ങ്. സാമ്പാറിന് എപ്പോഴും നമ്മൾ ചെറിയ ഉള്ളി ഉപയോഗിക്കുക. ഇതൊരു 10-30 ഉള്ളിയുണ്ട്. ഇനി ഒരു 15 വെളുത്തുള്ളി, 2 മുരിങ്ങക്കോല്, 2 തക്കാളി, ഒരു 5 വെണ്ടയ്ക്ക വട്ടത്തിലരിഞ്ഞത്, ഒരു 6 പച്ചമുളക് നെടുകെ പിളർന്നത്, ഒരു 4 തണ്ട് കറിവേപ്പില. നമുക്കിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചക്കറിയുടെ തൊട്ട് മേളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 5 വറ്റൽമുളക്. ഇനി നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗ്യാസിന്റെ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇരുമ്പ് ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഗ്യാസിന്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തത്. മല്ലിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാണ്. അപ്പോൾ ഈ ഒരു ചൂടിൽ തന്നെ കിടന്ന് പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നോളും. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ചൂട് കയറി പൊടി കരിഞ്ഞു പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഒറ്റ നുള്ള് വറുത്ത് പൊടിച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിന് വേണേൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കി ചെറിയ ചൂടത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വറുത്ത് വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം.
നമ്മുടെ മൂപ്പിച്ച് വെച്ച പൊടികളൊക്കെ ചേർത്ത് ഒരു 5 to 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ഈ സാമ്പാറിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ നമ്മൾ കഷ്ണങ്ങൾ വേവിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 2 വലിയ തക്കാളിയാണ് ഇതിനകത്ത് ഇട്ടിരുന്നത്. അപ്പോൾ തക്കാളിയുടെ പുളി അധികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പുളിവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഇച്ചിരി പുളിവെള്ളം കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ അവസാനം ഒരു ഇച്ചിരി പുളിയുടെ പോരായ്മ വന്നപ്പോൾ കുറച്ച് പുളിവെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കായപ്പൊടിയല്ല പെരുങ്കായമാണ്, കട്ടക്കായമാണ് ഉള്ളതെന്നെങ്കിൽ നമ്മൾ ഈ മസാലയ്ക്ക് വേണ്ടി കടുക് വറുത്ത സമയത്ത് ആ കട്ടക്കായം അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ അകത്തേക്ക് സാമ്പാറിന് നല്ലൊരു വാസനയും നല്ലൊരു രുചിയും കിട്ടുന്നതിന് ഇതിനകത്തേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയൊക്കെ ഓപ്ഷണലാണ്. മല്ലിയില ഇല്ലാത്തവർ കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി. മല്ലിയില ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ഇഡ്ഡലി, ദോശ, മസാല ദോശ, നെയ്റോസ്റ്റിൻ്റെ കൂടെ മാത്രമല്ല നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന നല്ല അടിപൊളി ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.